എല്ലാവർക്കും നമസ്കാരം. ടാലി പ്രൈം 6.0യിൽ നിന്ന് ബാങ്ക് റീകൺസിലിയേഷൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് ബാങ്ക് ലെഡ്ജർ സെലക്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്യേണ്ട ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്യുക. യെസ് കൊടുക്കുക. ഇമ്പോർട്ട് ചെയ്യേണ്ട ട്രാൻസാക്ഷൻസിൻ്റെ പ്രിവ്യൂ ചെക്ക് ചെയ്ത് ഇമ്പോർട്ട് കൊടുക്കുക. പുതിയതായി എത്ര എൻട്രീസ് ഇമ്പോർട്ട് ആയിട്ടുണ്ടെന്നും അതിൽ എത്ര എക്സാക്റ്റ് മാച്ചസ് ഉണ്ടെന്നും അറിയാൻ സാധിക്കും. റീകൺസിലിയേഷൻ സമ്മറി ഓപ്പൺ ആക്കിയ അൺറികൺസിൽഡ് ട്രാൻസാക്ഷൻസ് ഡീറ്റെയിൽസ് കാണാം. ഡ്രോപ്പ് ഡൗൺ ചെയ്ത് ഡീറ്റെയിൽ റിപ്പോർട്ടിൽ നിന്ന് എക്സാക്റ്റ് മാച്ചസ് റീകൺസിൽ ചെയ്യാം. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലെയും ബുക്കിലെയും ട്രാൻസാക്ഷൻസ് തമ്മിൽ 100% മാച്ച് കാണിക്കുന്നവയാണ് എക്സാക്റ്റ് മാച്ചസ്. ഒരേ സമയം ഒന്നിലധികം എക്സാക്റ്റ് മാച്ച് ഉള്ള ട്രാൻസാക്ഷൻസ് റീകൺസിൽ ചെയ്യാം. എക്സാക്റ്റ് മാച്ചസ് ആയ ട്രാൻസാക്ഷൻസ് എല്ലാം സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡ് മെനുവിൽ നിന്ന് F8 ഓർ റീകൺസൈൽ കൊടുക്കുക. ഇപ്പോൾ എക്സാക്റ്റ് മാച്ചസ് റീകൺസിലായി. ഇനി പൊട്ടൻഷ്യൽ മാച്ചസ് ഉള്ള ട്രാൻസാക്ഷൻസ് റീകൺസിൽ ചെയ്യാം. ഓൾട്ടേഴ്സ് ഓർ പൊട്ടൻഷ്യൽ മാച്ചസ് റൈറ്റ് സൈഡ് മെനുവിൽ നിന്ന് കൊടുക്കുക. ഈ റിപ്പോർട്ടിൽ എമൗണ്ട് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് നമ്പർ അങ്ങനെ ഏതെങ്കിലും ബാങ്കിലും ബുക്കിലും ഒരുപോലെ മാച്ചസ് ആയ ട്രാൻസാക്ഷൻസ് കാണാം. ഈ റിപ്പോർട്ടിൽ ടെലിഫോൺ എക്സ്പെൻസിൽ ഇൻസ്ട്രുമെൻറ്റ് നമ്പർ ഇല്ല. ബാക്കി എമൗണ്ട് ആൻഡ് ഡേറ്റ് മാച്ചാണ്. ഈ ട്രാവലിംഗ് എക്സ്പെൻസിൽ ഇൻസ്ട്രുമെൻറ്റ് നമ്പർ മാച്ചാണ്, പക്ഷേ എമൗണ്ട് ആൻഡ് ഡേറ്റ് ഡിഫറെൻ്റ് ആണ്. പിന്നെയുള്ള ട്രാൻസാക്ഷൻസ് നോക്കിയാൽ ഇൻസ്ട്രുമെൻറ്റ് നമ്പർ മാച്ചാണ്, എമൗണ്ടിലും ഡേറ്റിലും ഒക്കെ ആണ് ഡിഫറൻസ്. റീകൺസൈൽ ചെയ്യാൻ വേണ്ടി ട്രാൻസാക്ഷൻ സെലക്ട് ചെയ്യുക. F8 ഓർ റീകൺസൈൽ കൊടുക്കുക. സെലക്റ്റഡ് ട്രാൻസാക്ഷൻസ് റീകൺസൈലായി. ഇനി നമുക്ക് ഫൈൻഡ് മാച്ചസ് ഫീച്ചർ ഉപയോഗിച്ച് റെലവൻറ്റ് മാച്ചസ് കണ്ടുപിടിക്കാം. അതിന് 1 to many മാച്ചസ് എന്നും പറയാം. ബുക്കിൽ നിന്ന് മാച്ച് കണ്ടുപിടിക്കേണ്ട ട്രാൻസാക്ഷൻ സെലക്ട് ചെയ്യുക. F8 ഓർ റീകൺസൈൽ കൊടുക്കുക. ബാങ്കിൽ നോക്കിയാൽ സുപ്രീം കമ്പ്യൂട്ടേഴ്സ് 3 ഒക്ടോബറിൽ 36,000 രൂപ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ട്. ബുക്സിൽ ആ ഡേറ്റിൽ 2 ട്രാൻസാക്ഷൻസ് 35,000 + 1,000 ആയിട്ട് ഒരേ ഇൻസ്ട്രുമെൻറ്റ് നമ്പറിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ട്രാൻസാക്ഷൻ്റെ റെലവൻറ്റ് മാച്ചസ്. റെലവൻറ്റ് മാച്ചസ് സെലക്ട് ചെയ്ത് F9 ഓർ ആഡ് കൊടുക്കുക. ഡിഫറൻസ് ഒന്നും ഇല്ല എങ്കിൽ റീകൺസൈൽ കൊടുക്കുക. പിന്നെ ബാങ്കിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എൻട്രി ഇട്ട് അതും റീകൺസൈൽ ചെയ്ത് റീകൺസിലിയേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. താങ്ക് യു.